2026 ഓൾമോസ്റ്റ് പകുതിയായല്ലേ. ഇനിയും നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ പതുക്കെ വെച്ച് നിർത്തിപ്പോയി. ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയ 6 മാസം ഓർത്ത് വിഷമിക്കേണ്ട. ഇനി 6 മാസം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ആ ഉള്ള സമയം കൊണ്ട് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് എന്ത് ചെയ്താലോ. കാരണം കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫ് ഭയങ്കര മെസ്സിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന നല്ല നല്ല ഹാബിറ്റ്സ്, അങ്ങനെ ആ ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി ഒക്കെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയിട്ട് പിന്നെ ഒരു കംപ്ലീറ്റ്ലി ലേസി റൂട്ടീനായിരുന്നു ഈ കുറച്ച് വീക്സ് ആയിട്ട്. ഫൈനലി ഞാൻ ഒരാഴ്ച മുമ്പാണ് ഒരു ചേഞ്ച് വേണം, ആ ചലഞ്ച് അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞാൽ 30 ഡേ ചലഞ്ച് അങ്ങ് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു 30 ഡേ ചലഞ്ച് എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആകും. അപ്പം എന്താണ് ഞാൻ എൻ്റെ 30 ഡേയിലേക്ക് ചെയ്യാൻ പോകുന്നത്, അതായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. 30 ഡേയ്സിലെ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ വീക്കാണ് കേട്ടോ. കൂടുതൽ ആൾക്കാരും ഈ ചലഞ്ച് ഏറ്റെടുത്തിട്ട് പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും നാളും ഫോളോ ചെയ്തിരുന്ന കുറേ ദുശീലങ്ങൾ മാറ്റി നല്ല ശീലങ്ങളാക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ട പോലെ നമുക്ക് ആ ഒരു ചലഞ്ച് എടുക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇനി ചെയ്താൽ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആവും, എക്സോസ്റ്റഡ് ആവും, എല്ലാം കൂടെ ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്ത് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തി പോകും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ കിടക്കാൻ പോകുന്ന സമയം എപ്പോഴാണെന്നും എണീക്കണ സമയം എപ്പോഴാണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കുക, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം എപ്പോഴാണ് നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത്, ലൈക്ക് നിങ്ങളുടെ പകുതി മുക്കാലുള്ള സമയം എവിടെയാണ് വേസ്റ്റ് ആവുന്നത്, അത് കണ്ടുപിടിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു ദിവസം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 3 കാര്യം ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഇപ്പോഴത്തെ റുട്ടീനെ പറ്റി ഒരു ധാരണ കിട്ടും. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, മാറ്റങ്ങൾ എവിടെയാണ് വരുത്തേണ്ടത്, അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്. 30 ദിവസമേ ഉള്ളൂ. അപ്പം നിങ്ങൾ 10-20 ഗോൾസ് ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാം കൂടെ അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അധികം അത് ഒരു ബാഗേജ് ആയി പോവും. ലാസ്റ്റ് അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. സോ നമ്മൾ ഒരു 3-4 ഏരിയാസ് കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ 30 ഡേയ്സിലെ ചാലഞ്ചിലേക്ക് എൻ്റെ മേജർ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ്. ഹെൽത്താണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വീക്കായിട്ടിരിക്കുന്നത്. അപ്പം അതിനെന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് എൻ്റെ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി ഗോൾ. പക്ഷെ നിങ്ങളുടെ ഒരു പ്രൈമറി ഗോൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഹെയർ ഓക്കെ ആക്കാനായിരിക്കും, സ്കിൻ ഓക്കെ ആക്കാനായിരിക്കും, ഹെൽത്ത് ഓക്കെ ആക്കാനായിരിക്കും, മെൻ്റൽ ഹെൽത്ത്, അതുപോലെ കരിയർ, സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പം നിങ്ങൾ ആദ്യമേ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് മാറ്റേണ്ടതെന്നുള്ളത് ഫൈനലൈസ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആദ്യത്തെ ഒരു ദിവസം ചെയ്യേണ്ടത്. നമ്മൾ ഈ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ് നമ്മളെ തന്നെ. എന്തിന്? ഈ ചാലഞ്ചിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത 2-3 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലാദ്യം വന്നിട്ട് എൻവയോൺമെൻറ്റ് സെറ്റപ്പ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് വീക്സായിട്ട് ഞാൻ ഭയങ്കര മെസ്സിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മൂഡില്ല, ഒരു എനർജി ഇല്ല, ഒരു മോട്ടിവേഷൻ ഇല്ല. ഞാനിങ്ങനെ വെറുതെ കുത്തിയിരിക്കും. പക്ഷെ എനിക്ക് ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഓടുന്നുണ്ട്, മനസ്സിൽ കൂടെ ഓരോന്ന് പോകുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, എല്ലാം ശരിയാക്കണം, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റൂം നോക്കുമ്പോഴാണ് എന്നേക്കാളും കഷ്ടമായിട്ടാണ് എൻ്റെ റൂം ഇരിക്കുന്നത്, ചപ്പുചവറുമായിട്ട്. കുറേ നാളായിട്ട് ഞാനത് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇത് പണ്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, ഇതിന് മുമ്പും ഇത് എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂം മെസ്സി ആണെങ്കിൽ നമ്മൾ മെസ്സിയാവും, നമ്മുടെ ചിന്തകൾ മെസ്സി ആയിരിക്കും. പക്ഷേ റൂം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജങ്കും കൂടെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ആ ഒരു ഫീലാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് എന്തോ പറ്റിയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, ഭയങ്കര ഒരു നെഗറ്റിവിറ്റി, ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലായി ചിലപ്പോൾ നിങ്ങളുടെ റൂം ഭയങ്കര മെസ്സി ആയിരിക്കും. അതാവും ഒരു റീസൺ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എൻവയോൺമെൻറ്റ് ക്ലീൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രിപ്പയർ എ ഹാബിറ്റ് ട്രാക്കർ. നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, നിങ്ങൾക്ക് ഈ മാസം ചെയ്ത് തീർക്കാനുള്ള പ്രൈമറി ഗോൾസ് ഏതൊക്കെയാണെന്നുള്ള ഒരു 3-4 എണ്ണം എഴുതി വെക്കാം. അപ്പം അതിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്താണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഏതൊക്കെ ഹാബിറ്റ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത മാസത്തേക്ക്. ഫിസിക്കൽ ഹെൽത്താണെങ്കിൽ എന്തായിരിക്കും? ഡ്രിങ്കിങ് വാട്ടർ, അതൊരു ഹാബിറ്റ് അല്ലേ. അതുപോലെ ഡെയിലി മൂവ്മെൻറ്റ്, എക്സസൈസ്, സ്ലീപ്പ് ഓൺ ടൈം, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഗോൾസ് എന്താണോ അതിനെന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഹാബിറ്റ്സ്. ഇനി ഞാൻ എങ്ങനെ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പുള്ളിയുടെ അടുത്ത് നല്ലൊരു പ്രോംപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നാളത്തേക്കാണോ ഡേറ്റ്, ടൈം എല്ലാം ഇട്ടിട്ട് നൈസായിട്ട് ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കി തരും. അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് വീട്ടിൽ വെച്ചാൽ മതി.
അപ്പോൾ ഇത് ഭയങ്കര നെസസറി ആണ്. കാരണം നമ്മൾ ഈ 30 ഡേ ചാലഞ്ച് എടുത്തു എന്നുള്ളതിന് എവിഡൻസ് ആണത്. നമുക്ക് തന്നെ കാണിക്കാനുള്ള ഒരു പ്രൂഫാണ്. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു പ്രൂഫാണ്, എവിഡൻസ് ആണ് ഹാബിറ്റ് ട്രാക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹാബിറ്റ് ട്രാക്കർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാക്കുന്നത്, അത് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഏതൊക്കെ ഹാബിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ പകുതിക്ക് വെച്ച് പല ദിവസങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തത്, എല്ലാത്തിനുമുള്ള ഒരു പ്രൂഫാണ് ഈ ഹാബിറ്റ് ട്രാക്കർ. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഡീടോക്സ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും പല കാര്യങ്ങളും ഒരു ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്നതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഫോണാണല്ലേ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ നമ്മളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം, മനസ്സിലായോ? നമ്മൾ ഈ ഫോൺ സ്ക്രോളിങ്ങും വെച്ചിട്ട് നമ്മളൊരു ചലഞ്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്തിരിക്കും, നമ്മൾ ആ ചലഞ്ച് മറന്നു പോകും. ഇപ്പോൾ സ്ക്രോളിംഗ് ആണ് നിങ്ങളുടെ മേജർ ഡിസ്ട്രാക്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ലിമിറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഏകാഗ്ര എന്ന് പറഞ്ഞൊരു ആപ്പ്. അത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രീതിയിൽ എൻ്റെ ഫോൺ സ്ക്രോളിങ് അല്ലെങ്കിൽ റീൽ സ്ക്രോളിങ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ സ്ക്രീൻ ടൈം കുറഞ്ഞിട്ടുണ്ട് എൻ്റേത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്ന ചാനൽസ് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന, യൂസ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും പാസ് ചെയ്യാത്ത ഒരു ചാനൽസാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ്, ഇങ്ങനെയുള്ള ആപ്സ്, ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ ഒരു ചലഞ്ച് എടുക്കുകയാണ് അല്ലേ, അപ്പോൾ അതുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഡെയിലി ബേസിസിൽ കാണേണ്ടത്. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളതാണ് കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ചലഞ്ചിനെ ബാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യും. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ സ്ലീപ്പ് റുട്ടീനാണ് നിങ്ങൾക്ക് മാറ്റേണ്ടതെന്ന്, അതാണ് നിങ്ങളുടെ മെയിൻ ഗോൾ എന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരാൾ പറയാണ് നാളെ തൊട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പം എങ്ങനെയാണ് ഇന്നലെ വരെ ഒരു 12 മണിക്ക് ഉറങ്ങിയ ഒരാൾക്ക് ഇന്ന് 10 മണിക്ക് ഉറങ്ങാൻ പറ്റണത്? നമുക്ക് ഉറക്കം വരത്തില്ല അല്ലേ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പം ഭയങ്കര പാടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ സ്ലീപ്പ് റുട്ടീൻ ചേഞ്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് സമയം നമുക്ക് തന്നെ കൊടുക്കണം. പെട്ടെന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കും താങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും നമ്മുടെ സ്ലീപ്പ് റുട്ടീൻ ഒന്ന് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ സ്ലീപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചലഞ്ചിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിങ്ങനെ സ്ലീപ്പ് റുട്ടീൻ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ, ഞാൻ ഇപ്പോൾ 12 മണിക്കാണ് ഇപ്പോൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു 11:45 അടുത്ത ദിവസം അലാം വെക്കും. മനസ്സിലായോ? 11:45 അലാം വെക്കും. അതിനുശേഷം 11:30 അലാം വെക്കും അടുത്ത ദിവസം. പിന്നെ അത് 11:15 അങ്ങനെ പതുക്കെ ഗ്രാജുവലി കുറച്ച് അലാം വെച്ച് എൻ്റെ എക്സാക്ട് ടൈം ഏതാണ്, എനിക്ക് 10 മണിക്കാണ് എണീക്കുന്നുണ്ടെങ്കിൽ 10 മണിക്ക് എത്തുന്നോടം വരെ ഞാൻ അങ്ങനെ ഗ്രാജുവലി കുറച്ചെടുക്കും. അപ്പോൾ എൻ്റെ ബോഡിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, എൻ്റെ ഉറക്കത്തിനെ അത് ബാധിക്കത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അതിന് ഒരു 5 ദിവസം എടുത്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ടേക്ക് യുവർ ടൈം. സ്ലീപ്പ് റുട്ടീൻ ശരിയാക്കാൻ ഒരു 5 ദിവസം പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്കിനി വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ആരൊക്കെ ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഐ എം സ്റ്റാർട്ടിങ് ടുഡേ അല്ലെങ്കിൽ ഐ എം പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ കമൻറ്റ് കാണുമ്പോൾ ബാക്കി ആൾക്കാർക്ക് കൂടെ ഇതൊരു മോട്ടിവേഷനാണ്, അവർക്കും കൂടെ ചെയ്യാനൊരു ആഗ്രഹം തോന്നും കമൻറ്റ് സെക്ഷൻ കാണുമ്പോഴത്തേക്കും. അതിനുവേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.